രാവിലെ തന്നെ വീടിനടുത്തുള്ള കസ്റ്റമർ വിളിച്ച് പറയാ, മറ്റന്നാൾ എൻ്റെ ഇക്കാടെ എൻഗേജ്മെൻ്റാണ്, എനിക്കും എൻ്റെ ഉമ്മാക്കും ഓരോ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് തരാമോ എന്ന്. കുറച്ച് ബുദ്ധിമുട്ടിയാലും കസ്റ്റമറിനെ ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന്. ചുരിദാർ ബിറ്റ് കിട്ടിയപ്പോഴേക്കും രാത്രി 10 മണിയായിരുന്നു. ലൈനിങ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആശ്വാസമായി. കവറെടുത്ത് തുറന്നപ്പോഴാണ് രണ്ടും ഒരേ കളറുള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇനി ഇത് ഡ്രസ്സ് കോഡ് എങ്ങാനും ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, സെലക്ട് ചെയ്ത് വന്നപ്പോൾ രണ്ടാൾക്കും ഒരേ കളറായി പോയതാണ്. ഉമ്മയുടെ ചുരിദാർ ബിറ്റ് ഫ്രണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബീഡ്സും ഷെൽ വർക്കും കൂടിയുള്ള ഒരു സിമ്പിൾ വർക്കായിരുന്നു. മോളുടെ ചുരിദാർ ബിറ്റ് നല്ല ഹെവി വർക്കായിരുന്നു. ഫ്രണ്ടിലും അടിഭാഗത്തുമായിട്ട് ബീഡ്സും ഷെല്ലും ഒക്കെയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല പാടായിരുന്നു. ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും എല്ലാം സെപ്പറേറ്റാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കയ്യിലും വർക്കുണ്ടായിരുന്നു. കയ്യിൻ്റെ അറ്റത്ത് ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹെവി വർക്കുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള ബീഡ്സും സ്റ്റോൺസും പൊട്ടിപ്പോകും. എൻ്റെ മെഷീൻ്റെ സൂചിയും പൊട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സൂചിയും നൂലും എടുത്ത് തുന്നാറാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഉമ്മാക്കും മോൾക്കുള്ള ചുരിദാർ 9 മണി ആയപ്പോഴേക്കും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.